വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ കുറേയായി ഞാനൊരു ബിഗ് വീഡിയോ ഇട്ടിട്ട്, കൂടുതൽ ഞാനിപ്പോ കുറെ ആയിട്ട് ഷോർട്ട് വീഡിയോസ് ആണ് കാണാൻ സമയമൊന്നും അങ്ങനെ കിട്ടാറില്ല. പിന്നെ ഷോർട്ട് വീഡിയോസ് ഒക്കെ അതുകൊണ്ട് എടുത്തിടും. വലിയ വീഡിയോ ഇട്ടിട്ട് കുറേയായി. അപ്പൊ ഇന്ന് അച്ഛന്റെ 16th ബർത്ത്ഡേ ആണ്. 16th. അപ്പം 60 വയസ്സായി, ഷിഷ്ടി പൂർത്തിയായി എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് ഇന്ന് കുറച്ച് തിരക്കായിരുന്നു, കോളേജിലൊക്കെ പോകണമായിരുന്നു. സബ് ജില്ലാ കലോത്സവം നടക്കുക, അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. സബ് ജില്ലാ കലോത്സവം ആസ് എ ടീച്ചർ വേർഷൻ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിന്റെ. അപ്പൊ കാണാത്തവർ അതൊക്കെ കാണുക. അപ്പോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് ഹറിബറി ആയിട്ടുള്ള ഒരു പോക്കാണ്. കൊല്ലത്തോട്ട് വല്ലതും പോവാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും അതിനുവേണ്ടി പോവാണ്. ഫുഡ് കഴിക്കുക, ചെറുതായി സെലിബ്രേറ്റ് ചെയ്യുക, പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യുക. അതൊക്കെ അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു കേക്ക് കട്ട് ചെയ്തൊന്ന് വൈബാക്കാം, ഒരു നല്ലൊരു ഡേ ടുഗെദർ എല്ലാവർക്കും കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ അതിന്റെ വീഡിയോ ആണ് ഈ ഒരു വ്ളോഗ്. സോ എല്ലാരും കാണുക. അപ്പൊ നമുക്ക് കണ്ടാലോ? യാ കം. എല്ലാരും കൂടെ വൈബാക്കാൻ വേണ്ടി കൊല്ലത്ത് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് കൊല്ലത്തേക്ക് പോവാണ്. രേവതിയും നന്ദുവണ്ണനും അവിടെ ജോയിൻ ചെയ്യും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു കാറിൽ പോവാണ്. എന്നെ ഓരോന്ന് പറഞ്ഞ് ഊക്കുവാണ്. ബട്ട് സ്റ്റിൽ നല്ല രസമായിരുന്നു. ഞങ്ങളവിടെ വൈബാക്കി കൊല്ലത്തേക്ക് പോവാണ്. അച്ഛാ, ആരും എക്സൈറ്റഡ് അച്ഛാ? 60 വയസ്സായി, എന്താ അഭിപ്രായം? ഇങ്ങോട്ട് തിരിച്ചു പറ. 60 വയസ്സായി, എന്താ ഇത്ര ജീവിതം? 60 വയസ്സിൽ വന്ന് നിൽക്കുന്ന എന്താ പറയാനുള്ളത്? ജീവിതം സുഖമാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ മക്കളെ പറ്റിയുള്ള അഭിപ്രായം? ആ ചോദിച്ചേ മറുപടി കിട്ടിയില്ല, ഒത്തില്ല. അതുകൊണ്ട് മക്കളെ പറ്റി അച്ഛന് പ്രത്യേക അഭിപ്രായം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അമ്മയ്ക്കല്ല അഭിപ്രായം ഉണ്ടോ? ഒന്നുമില്ലേ? അവരെല്ലാരും സംതൃപ്തരാണ്. അതുകൊണ്ട് പിന്നെ പോകുന്ന വഴി ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറിയായിരുന്നു, പക്ഷെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ചിൽ വൈബായിട്ട് കൊല്ലത്തേക്ക് നമ്മൾ കടലിൽ എത്തിയിരിക്കുകയാണ്. കൊല്ലം ബീച്ചിൽ വെട്ടമില്ലാത്തതുകൊണ്ട് അനിയൻ എനിക്ക് ഫ്ലാഷ് ലൈറ്റ് അയച്ചു തരിക. അപ്പം ഞങ്ങൾ ആദ്യം വന്ന കൊല്ലം ബീച്ചിലാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് വൈബാക്കിയിട്ട് നമുക്ക് കഴിക്കാം. കടലിൽ കാണത്തൊന്നും ഇല്ല ഈ പാതിരാത്രിയിൽ, എന്നാലും താണ്ടേ ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ ഇവിടെ ബീച്ച്. കൊല്ലം ബീച്ച് ഭയങ്കര ബർത്ത്ഡേ ബോയ്. സോ നമ്മൾ വന്നിട്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് ചില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി. കോളിഫ്ലവറും അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ കോളിഫ്ലവറും പിന്നെ മുട്ട ബജി അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ കോളിഫ്ലവർ ആണ് വാങ്ങിച്ചത്. പിന്നെ അമ്മയ്ക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോഴത്തേന് പൈനാപ്പിൾ വാങ്ങി. സോ അതും തീരാറായിരുന്നു. അവിടെയുള്ള കടയിലുള്ള ഫുൾ പൈനാപ്പിളും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളത് അവരുടെ അടുത്തേക്ക് പോവാണ്. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നന്ദുവണ്ണനും രേവതിയും സർപ്രൈസുമായിട്ട് എത്തും. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അച്ഛനെ ഡൈവേർട്ട് ചെയ്യുക, അതാണ് ഞങ്ങളുടെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അമ്മയും അച്ഛനെയും അങ്ങനെ ഞങ്ങൾ ഓരോന്ന് കഴിച്ച് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം കേക്കൊക്കെ ആയിട്ട് ആൾക്കാർ വരും. അറിയത്തില്ല അച്ഛന് കേക്ക് കട്ട് ചെയ്യണം. ജസ്റ്റ് ഒരു സർപ്രൈസ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കത് വെയിറ്റ് ചെയ്യാം. കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീരെ വെട്ടമില്ല ഇവിടെ. എന്നാലും പറ്റുന്ന പോലെ ഞാൻ എടുക്കാം.
ഓക്കെ, അടിപൊളിയോ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ കൊടുത്ത ഗിഫ്റ്റ്. ഓ, അച്ഛന്റെ ജീവിതത്തിൽ ആദ്യത്തെ കേക്ക് മുറി അല്ലേ അച്ഛാ? അച്ഛൻ നാട്ടിലൊന്നും ഇല്ലല്ലോ ഒരിക്കലും. ഇമുക്കു ഇമുക്കു വണ്ടി കൊണ്ട് വെക്കാല്ലേ? ഇമുക്കു ഇമുക്കു ഹലോ, ഹായ്, ഹാപ്പി ബർത്ത്ഡേ പറ. അപ്പൊ ഞങ്ങളുടെ കൊല്ലം ബീച്ചിലുള്ള കലാപരിപാടികൾ സർപ്രൈസും എല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലോട്ട് പോവാ. വീട്ടിലോട്ടല്ല, എന്തോന്ന് കഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് കഴിക്കുന്നിടത്ത് കാണാം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ കഴിക്കേണ്ടടുത്തോട്ട് പോയി. ഞങ്ങൾ ചെന്നത് റെമിൻസിലോട്ടാണ്. കുറേ വർഷങ്ങളായിട്ട് കൊല്ലത്തുള്ള ഒരു റെസ്റ്റോറന്റ് ആണിത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ പോണേ. നല്ല ഫുഡാന്ന് കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയതാ. എനിക്ക് പുറത്തെ ആംബിയൻസ് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നല്ല ആയിരിക്കും എന്ന് പറഞ്ഞു. കാരണം 55 വർഷം എന്തോ ആയി റെസ്റ്റോറന്റ് വന്നിട്ട്. പിന്നെ ഞങ്ങൾ നേരെ വന്ന് ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാവരും പല പല ഫുഡാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ പല പല ഫുഡുകൾ ഓർഡർ ചെയ്തു. പിന്നെ കുഞ്ഞിൻ്റെ കൂടെ ഒക്കെ കുറേ നേരം ഇരുന്നു. കാരണം ഫുഡ് വരാൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരുന്നു ഓരോന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലൈറ്റ് സംഭവങ്ങളൊക്കെയാണ്. അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ മൂണിൻ്റെ ലൈറ്റ്. ഭയങ്കര രസമാണ്. ഈ മൂൺ ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് ലൈറ്റ്സ് അവിടെ ഉണ്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം കുഞ്ഞ് ഉറങ്ങി. അങ്ങനെ ആയപ്പോഴത്തേന് ഫുഡ് വന്നു. കുറേ എന്തൊക്കെയോ ഞങ്ങൾ ഓർഡർ ചെയ്തു. പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെ മീൻ, പിന്നെ അഫ്ഗാനി ചിക്കൻ, ബീഫ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ സത്യം പറയാലോ ഓരോന്നും ഒന്നിനൊന്നിന് മെച്ചം. ഞാൻ ഇടിയപ്പവും പിന്നെ എല്ലാ കറികളും എടുത്തു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. കഴിച്ച് ഞാൻ അവസാനം എനിക്ക് മതിയായി. നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. സ്നേഹം കൊണ്ടാന്ന് നീ വിചാരിക്കും. എങ്ങനെ മക്രു? പിന്നെ ഫുഡ് കഴിച്ചതിന് ഒരു കംപ്ലീഷൻ വേണമെങ്കിൽ ഫ്രഷ് ലൈം കുടിക്കണം. അങ്ങനെ അതും കുടിച്ച് ഞങ്ങൾ തൃപ്തരായി. കൊണ്ടുവന്നേ അമ്മേ? ബില്ല് കൊണ്ടുവന്ന് ഇതിനകത്താണോ? വീട്ടിൽ കൊണ്ടുവന്നോ? ഏതാ വേണ്ടത്? ആംബിയൻസ് ഒരു രക്ഷയില്ല. ഫുഡും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഭയങ്കര ഗൈസ് 12 മണിയായി. വീടെത്തി. ടയേർഡാണ്. പക്ഷേ ഔട്ടർ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നമ്മൾ പ്ലാൻ ചെയ്ത പോലൊക്കെ തന്നെ സിമ്പിളായിട്ട് നടന്നു. അച്ഛൻ ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് കാര്യങ്ങളൊക്കെ
നടന്നു. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ദിസ് ഈസ് മൈ കുട്ടി ബർത്ത്ഡേ വ്ളോഗ് അച്ഛൻ്റെ. യാ ഐ എം ഹാപ്പി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ കാണാം. ഓക്കെ, അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ. ഗിഫ്റ്റ് അച്ഛാ, ഗിഫ്റ്റ് അച്ഛാ. ഇത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാര്യ തോന്നിക്കുന്നു.